بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിലെത്തി. അവിടെ നമസ്കാരം നിർവഹിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്ക് മാലിക്കിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും സലാം പറയുകയും ചെയ്തു. പിന്നീട് വീണ്ടും റസൂലുള്ളാഹി യാത്ര തുടരുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്തിലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം ഖാസിനുസ്സമ, ഒന്നാം ആകാശത്തിൻ്റെ കാവൽക്കാരനോട് ആകാശ കവാടങ്ങൾ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇഫ്തഹ്, ആകാശത്തിൻ്റെ വാതിലുകൾ നീ തുറക്കുക. മൻ ഹാദ, ഹാദ ജിബിരി, ഈ വന്നിരിക്കുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി, ഞാൻ ജിബ്രീലാണ്. മൻ മഅക്, ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത്? മഅയ മുഹമ്മദ്, എൻ്റെ കൂടെയുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ജിബ്രീൽ മറുപടി നൽകി. ആകാശലോകത്ത് നിന്ന് വീണ്ടും ചോദ്യം ഉയരുകയാണ്, അദ്ദേഹത്തിന് റിസാലത്ത് ലഭിച്ചോ? അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്ത് ലഭിച്ചു എന്ന് ജിബ്രീൽ വീണ്ടും മറുപടി നൽകി. അതോടുകൂടെ ആകാശ ലോകത്തുള്ളവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്യുകയും മംഗളങ്ങൾ നേരുകയും ആകാശ കവാടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ തുറക്കപ്പെടുകയുമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഒന്നാം ആകാശത്തുള്ളവർ സന്തോഷിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ആകാശലോകത്തുള്ളവർ അറിഞ്ഞിട്ടില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്ത് കിട്ടിയതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോ ഇതൊന്നും ആകാശലോകത്ത് അറിഞ്ഞിട്ടില്ല. ആകാശലോകത്തെ ഒന്നാം ആകാശത്തിലെ നിയോഗിക്കപ്പെട്ട മലക്കുകൾ അവരറിഞ്ഞിട്ടില്ല. അപ്പം അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവരുപോലും അറിയുന്നത്, ആകാശലോകങ്ങളിലുള്ളവർ പോലും അറിയുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ അവർ മറഞ്ഞ കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്? ഏതായിരുന്നാലും ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്തിലേക്ക് കയറി. അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ആ മനുഷ്യൻ്റെ വലതുഭാഗത്ത് ഒരു വലിയ ജനസഞ്ചയമുണ്ട്, ഇടതുഭാഗത്തും വലിയ ഒരു ജനസാഗരമുണ്ട്, രണ്ടു ഭാഗത്തും വലിയ ഒരു ആൾക്കൂട്ടം. ആ രണ്ട് ആൾക്കൂട്ടങ്ങൾക്കിടയിലായി അദ്ദേഹം ഇരിക്കുന്നു. വലതുഭാഗത്തുള്ള ആളുകളിലേക്ക് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നു. ഇടതുഭാഗത്തുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കരയുന്നു. ഖുൽതു ജിബ്രീൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോടായി ചോദിച്ചു, മൻ ഹാദ, ഇതാരാണ്? ഫഖാൽ ഹാദ അബൂക ആദം, മുഹമ്മദ്, ഇത് നിങ്ങളുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാൻ ആവശ്യപ്പെട്ടു. ഫസല്ലംതു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. ഫറദ്ദ സലാം, അള്ളാഹുവിൻ്റെ റസൂലിന് ആദം നബി അലൈഹിസ്സലാം സലാം മടക്കി. മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ് വബിനി സ്വാലിഹ്, നല്ലവനായ പ്രവാചക നിങ്ങൾക്ക് സ്വാഗതം, നല്ലവനായ പുത്ര നിങ്ങൾക്ക് സ്വാഗതം, മർഹബൻ എന്നു പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാം ഒന്നാം ആകാശത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്തു. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു, ആദം നബി അലൈഹിസ്സലാമിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവർ അഹ്ലുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകളാണ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരകളിലെ
സ്വർഗാവകാശികളാണവർ. ആ സന്താന പരമ്പരകളാണ് ആ വലതുഭാഗത്തുള്ളത്. ഇടതുഭാഗത്തുള്ളത് അതും സന്താന പരമ്പരകളാണ്. അവർ അഹ്ലുന്നാർ, നരകാവകാശികളാണ്. തൻ്റെ സന്താന പരമ്പരകളിലെ സ്വർഗാവകാശികളെ നോക്കുമ്പോഴാണ് ആദം നബി അലൈഹിസ്സലാം സന്തോഷിക്കുന്നത്, പുഞ്ചിരിക്കുന്നത്. നരകാവകാശികളെ കാണുമ്പോഴാണ് അദ്ദേഹം പ്രയാസപ്പെടുന്നതും അദ്ദേഹം കരയുന്നതും. വീണ്ടും യാത്ര തുടരുകയാണ്. രണ്ടാം ആകാശത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും എത്തുന്നു. ഒന്നാം ആകാശത്ത് നടന്നതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളും ആവർത്തിച്ചു. മൻ ഹാദ, ഹാദ ജിബ്രീൽ, മൻ മഅക്, ആരാണ് നിങ്ങളുടെ കൂടെ? എൻ്റെ കൂടെ മുഹമ്മദാണ്. അദ്ദേഹം റിസാലത്ത് നൽകപ്പെട്ടോ? ആ ഓരോ ചോദ്യങ്ങളും ആവർത്തിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ കവാടങ്ങൾ തുറക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ രണ്ടാം ആകാശവും തുറക്കപ്പെട്ടു. രണ്ടാം ആകാശത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹിസ്സലാമിനെയും യഹ്യ നബി അലൈഹിസ്സലാമിനെയും കണ്ടു. മറിയമിൻ്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം, മറിയമിൻ്റെ സഹോദരിയുടെ പുത്രനാണ് യഹ്യ. അപ്പോൾ സഹോദരിമാരുടെ മക്കളാണ് ഈസാ നബി അലൈഹിസ്സലാമും യഹ്യ നബി അലൈഹിസ്സലാമും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. അവർ സലാം മടക്കി. ആദം നബി അലൈഹിസ്സലാം സ്വാഗതം ചെയ്തതുപോലെ തന്നെ അവർ സ്വാഗതം ചെയ്തു. നല്ലവനായ പ്രവാചക, അങ്ങേക്ക് മംഗളം, അങ്ങേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവർ സ്വാഗതം ചെയ്തു. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. നല്ല ഒത്ത ഉയരമാണ് ഈസാ നബി അലൈഹിസ്സലാമിന്. അഹ്മർ, ചുവന്ന നിറമാണ് ഈസാ നബി അലൈഹിസ്സലാമിന്. ഒരു കുളിച്ചിറങ്ങുന്ന രൂപത്തിൽ, ഒരാൾ കുളിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഒരു നനവ്, മുടിക്കൊക്കെ ഒരു നനവ് അനുഭവപ്പെടുമല്ലോ, അതുപോലെയാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ രൂപം. ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി, അദ്ദേഹത്തോടാണ് ഈസാ നബി അലൈഹിസ്സലാമിന് സാദൃശ്യം. റസൂലുള്ളാഹിയുടെ സ്വഹാബിയാണ്. അപ്പം അന്ന് ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിനോട് സാദൃശ്യമുള്ള ഒരു സ്വഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം നമസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. മൂന്നാം ആകാശത്തിലേക്ക് പിന്നീട് യാത്ര തിരിക്കുന്നു. ഒന്നാം ആകാശത്തിലും രണ്ടാം ആകാശത്തിലും നടന്നതുപോലെ തന്നെ മൂന്നാം ആകാശത്തിലും നടന്നു. സ്വാഗതം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മൂന്നാം ആകാശത്തിൻ്റെ കവാടം തുറക്കപ്പെട്ടു. അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. യൂസുഫ് നബിയോട് സലാം പറയാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി, സ്വാഗതം ചെയ്തു. സൗന്ദര്യത്തിൻ്റെ പകുതി, ആ പകുതി യൂസുഫ് നബി അലൈഹിസ്സലാമിനുണ്ട്. ഏറ്റവും അധികം സൗന്ദര്യം ആദം നബി അലൈഹിസ്സലാമിനാണ്. സൗന്ദര്യത്തിൻ്റെ പകുതി യൂസുഫ് നബി അലൈഹിസ്സലാമിനാണ്. സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഉയരത്തിലായിരിക്കും ഒരു മനുഷ്യർ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സൗന്ദര്യം അത് നമുക്കൊക്കെ സുപരിചിതമാണ്. ആ സൗന്ദര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർണ്ണിച്ച് നൽകി നമുക്ക്. പിന്നീട് റസൂലുള്ളാഹി നാലാം ആകാശത്തേക്ക് പ്രവേശിച്ചു. നാലാം ആകാശത്തും മുൻപുള്ള ആകാശങ്ങളിൽ നടന്നതുപോലെ ആവർത്തിച്ചു. നാലാം ആകാശത്തിൻ്റെ വാതിൽ തുറന്നു. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ നാലാം ആകാശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. പ്രവാചകൻ സലാം പറഞ്ഞു. ഇദ്രീസ് നബി റസൂലുള്ളാഹിയെ സ്വാഗതം ചെയ്തു. അഞ്ചാം ആകാശത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. അവിടെ വെച്ചുകൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടു. പിന്നീട് ആറാം ആകാശത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. ആറാം ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ജിബ്രീൽ പരിചയപ്പെടുത്തി. ഹാദ മൂസ ഫസല്ലിം അലൈഹി, ഇത് മൂസയാണ്, മൂസാ നബിയോട് താങ്കൾ സലാം പറയുക. ഫസല്ലംതു അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. ഫറദ്ദ സലാം, മൂസാ നബി അലൈഹി സ്വലാം സലാം മടക്കി. യാത്ര ചോദിക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം കരഞ്ഞു. കരയാനുള്ള കാരണം ജിബ്രീൽ പരിചയപ്പെടുത്തി കൊടുത്തു. തൻ്റെ ഉമ്മത്തിലുള്ളതിനേക്കാൾ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമല്ലോ, പ്രവാചകന്റെ ഉമ്മത്താണല്ലോ ഏറ്റവും അധികം സ്വർഗീയ ലോകങ്ങളിലേക്ക് എത്തുക തൻ്റെ ഉമ്മത്തിനേക്കാൾ എന്ന സങ്കടമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിയെ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയത്. മൂസാ നബി അലൈഹി സ്വലാം മെലിഞ്ഞ ശരീരമാണ്, ചെറിയ ചുരുളലുകളുള്ള മുടിയായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിന്.
നല്ല നീളമുള്ള വടിവൊത്ത ശരീരമായിരുന്നു. മുടി ഒരൽപ്പം വളർത്തി ചെവിയോട് അടുത്ത് നിൽക്കുന്ന രൂപത്തിലായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. 1-ാം ആകാശം മുതൽ 6-ാം ആകാശം വരെയുള്ള കാഴ്ചകളാണ് അവിടെ കണ്ട പ്രവാചകന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് 7-ാം ആകാശത്തിലെ കാഴ്ചകൾ, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രകൾ തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.